അപ്പം ഇന്ന് നമ്മൾ ബാക്കി വന്ന് ഇടിയപ്പം വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആ 4 ഇടിയപ്പമാണ് ഉണ്ടായിരുന്നത്. ആ 4 ഇടിയപ്പം ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ചിന്നറ്റിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു, 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു 3-4 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അതേപോലെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വഴഞ്ഞ് വന്നപ്പോൾ ഒരു സവാള അതേപോലെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ഇടിയപ്പം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്, ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് റോ ടേസ്റ്റൊക്കെ മാറട്ടെ. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ല പേസ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതില്ലെങ്കിൽ ചീനച്ചട്ടിയൊക്കെ ഇങ്ങനെ അടിയിലൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് നല്ല പേസ്റ്റായിട്ട് വരട്ടെ. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഇടിയപ്പം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഇന്നലെ ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ ഒരു 3-4 ബാക്കി വന്നതാണ്, അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പം ഇടിയപ്പം കഴിക്കുന്നേക്കാളും ഇഷ്ടം എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ്. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പേസ്റ്റ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇടിയപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയിൽ നന്നായിട്ട് ഇടിയപ്പമൊക്കെ കോട്ടായിട്ട് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ആ ഉപ്പിട്ട് കൊടുക്കുന്നത് റെക്കോർഡായിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ നന്നായിട്ട് 5 മിനിറ്റ് ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.